പറ്റിയത്? ഡാ ജോണേ, എന്ത് പറ്റാനാണ്? നിന്റെ സംസാരിക്കാനുണ്ടല്ലോ അതും അവനെ ദേഷ്യപ്പെടുത്തി വിട്ടപ്പോ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഞാൻ എന്ത് പറഞ്ഞാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കണത്? ദേച്ചിമ്മി എന്റെ വായന നീ കേൾപ്പിക്കരുത്. ഞാൻ ജോനെ പോയി നോക്കിട്ടാ. പോയി അവളവന്റെ പിന്നാലെ പോയി. ഇവളെ ഞാണ്ടല്ലെന്ന്. ഓ, അപ്പൊ ആള് കോഴി ആയതുകൊണ്ടല്ലേ ഫ്രണ്ട്സിന് ഇത്ര ദേഷ്യം? അതേടി, ഞാൻ കോഴി തന്നെയാണ്. എന്താ നീ പോരുണ്ട എന്റെ കൂടെ? എന്ത്? അതെ, ഞാൻ പറഞ്ഞു വന്നത് പോരുന്നുണ്ടോ എന്റെ കൂടെ താൻ? അല്ല, അത് പിന്നെ എങ്ങനെ ശരിയാവാ? അതൊക്കെ ശരിയാവും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ പിന്നെ ശരിയെന്നാ. എന്താണ്ട് ഇപ്പൊ ഉണ്ടായത്? അത് ശരി, എന്താ നോക്കുമ്പോ വിളിച്ചടിക്കണ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും അട്രാക്ഷൻ തന്നെയല്ലേ? ഒന്ന് ബോഡി കളിയാക്കാണ്ട് ഇപ്പോഴും അട്രാക്ഷൻ ആണോന്ന് ചോദിച്ചാ എനിക്കറിയില്ല. എന്തൊക്കെയോ ഫീലിങ്സ് വരുന്നു. എന്താണ് സേറമ്മോ, ഓം ശാന്തി വശനിൽ നിസ്രിയത്ത് പറഞ്ഞ പോലെ അടിവയറ്റില് മഞ്ഞ് വീണ സുഖണ്ട? ഒന്ന് പോകശേ, വെറുതെ കളിയാക്കാണ്ട്. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാ. ഓഹോ, സൈറമോൾക്ക് ബ്ലഷ് ഒക്കെ അടിക്കാൻ തുടങ്ങിയാലാ? ഫൈനലി ക്ലാസ് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച്. എന്നാ വാ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇരിക്കണ്ട, ലാസ്റ്റ് ഇരിക്കണം. നമുക്ക് മിഡിലായിട്ട് ഇരിക്കാം. അത് ശരി. അതാവുമ്പോ പിന്നെ പഠിപ്പികളൊന്നും വിചാരിക്കൂല, ഉഴപ്പത്തികളൊന്നും വിചാരിക്കൂല. ഓ കൃഷ്ണ, ഈ വർഷം നന്നായി പഠിക്കാനായിട്ട് പറ്റണേ. എടി, ജിമിന്റെ കൂടെ ഉണ്ടായ പെണ്ണിന്റെ പേര് എന്തായിരുന്നു? ആ പെണ്ണല്ലേ, അവളെ പേര് ജിയാന്നായിരുന്നു അവളെ പേര്. അല്ല, ഇതൊക്കെ പറയുമ്പോ മോള് ആരാലോചിച്ചിരിക്കുന്നു? അത് ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്ന. അല്ല, ആള് സെക്കൻഡ് ഇയർ എന്നല്ലേ പറഞ്ഞത്? സെക്കൻഡ് ഇയർ എന്നല്ലേ പറഞ്ഞത്? അല്ല, ഇപ്പൊ നീ അവളെ പറ്റിയൊക്കെ ഇപ്പൊ ചോദിക്കണേ? അല്ല, അവളിപ്പോ നമ്മുടെ ബാച്ചാണോന്ന് അറിയൂലല്ലോ, അപ്പോ അതറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓ, നിന്റെ ഒടുക്കത്തൊരു കരിനാക്ക്. അങ്ങോട്ട് നോക്കടി. ചന്ദ്രനാ എൻ അഴകേ വന്നത് ഉൻമുഖംതാൻ വെണ്ണിലവോ വളർന്നതും തേന്തിടുമേ ഉനഴകോ തേന്തിടാ. എന്താണ് രണ്ടും കൂടി കണ്ണോർന്നെ നോക്കണ്ടല്ല? കണ്ണിനകത്തേക്ക് വീഴാൻ നോക്കട്ടോ. അങ്ങനല്ല, ഞങ്ങളുടെ ബാച്ചിലാവുന്ന് വിചാരിച്ചില്ല, അപ്പൊ അങ്ങനെ നോക്കിയതാ. അല്ല, മറ്റേ പ്രശ്നം എന്തായി? ഏത് പ്രശ്നം? ജോണും ജിമ്മിയും തമ്മിലുള്ള പ്രശ്നമാണ് ഉദ്ദേശിച്ചേ? അതന്നെ, അവര് തമ്മിലുള്ള പ്രശ്നമാണ് ഉദ്ദേശിച്ചത്. ഓ, അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറയാനില്ല. ഇവന്മാരടക്കടക്കി അടിയുള്ളതാണ്. ഈ ചിമ്മിയുടെ കോഴിത്തരം ജോണിന് ഇഷ്ടമല്ല, അതാണ് മെയിന്. അല്ല, ഈ ചിമ്മി എന്ന് പറയണത് ജിമിനല്ലേ? അശ്യോ, സോറി. അവനെ ഞാൻ മാത്രമേ ചിമ്മിന്ന് വിളിക്കാറുള്ളൂ. എന്തിനീ ജോൺ പോലും വിളിക്കാറില്ല. അവനക്ക് ഇഷ്ടല്ല ഞാനല്ലാണ്ട് വേറെ ആളെ ചിമ്മിന്ന് വിളിക്കണത്. വേറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതും കൂടി എനിക്കറിയൂല. ഓ, അപ്പൊ നിങ്ങൾ അത്രയും ക്ലോസ് ആണല്ലേ? പിന്നല്ലാണ്ട് ഞങ്ങൾ 3 പേരും ശരിക്കും ഭയങ്കര ഒരു ലൈക്ക് എ ഫാൻ. അത് തന്നെയാണ് സാധനം. പിന്നെ ജോഡിന് എന്റെ ജീവൻ അത്രയും കുന്തളിപ്പൊന്നും ഇല്ല, പക്ഷെ ഞങ്ങൾക്കുണ്ടല്ലോ അതിന് ധാരാളം. അതെ, എനിക്കൊരു ഡൗട്ട്. അപ്പൊ ഈ ജിമ്മിനുണ്ടല്ലോ, നിന്റെ ഡൗട്ട് ഞാൻ ഈ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതാ. ഇതാണ് ചാക്കോ സാർ. എന്റെ കണ്ണീ കണ്ടുകൂടി ഇയാൾക്ക്. അല്ല, കണ്ണീ കൂടെ അല്ലേ കാണാറ്? പിന്നെന്താ ചാക്കോ സാറിനെ എന്നെ കണ്ണീ കൂടെ കാണാൻ പറ്റാത്ത? ഇതേ പെണ്ണെ, എന്റെ കയ്യകലെത്തി മാറിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കണ്ട് തരും. ഓ, രണ്ടെണ്ണപ്പം മിണ്ടാണെങ്കിൽ ഞാൻ തരും രണ്ടെണ്ണത്തിനും. സാറ് നോക്കണം, മിണ്ടാടുക്ക്. കൊറേ നേരായി ഞാൻ 3 കുരുപ്പുള്ളി നോക്കണം. ജിയ പിന്നെ പണ്ടേ പോക്കുന്നേക്കാം. ഇതേത് ഈ 2 കണ്ടിട്ടില്ലേ ഇതിലേറ്റും? അത് പിന്നെ സാറേ, ഞങ്ങൾ ന്യൂ സ്റ്റുഡൻസ് ആണ്. ഓ, നിങ്ങളല്ല അപ്പോ പുതിയ ന്യൂ സ്റ്റുഡൻസ്? സൈറയും ശ്രുതി അല്ലേ? സാറേ, ഞാൻ സൈറ, ഇവള് ശ്രുതി. സാറേ, ഇവരാണ് ന്യൂ സ്റ്റുഡൻസ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനി. എന്നാ മക്കള് കുറെ നന്നായത് തന്നെ. നല്ല ആളായിട്ടാണ് കൂട്ടായിട്ടുള്ളത്. വേണമെങ്കിൽ വേറെ വല്ല ഡെസ്കിൽ അങ്ങനെ പോയി ഇരുന്നു.
പന്നക്കളവൻ കുറെ നേരം എന്നിട്ട് താങ്ങാൻ നിൽക്കണം. അതെ, ഇനി ഇവിടെ ഇന്ന് പിറുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്തൊരു സാധനം ഇന്ന് ഫസ്റ്റ് ഡേയിൽ എന്നിട്ടാണ് ഇയാള് ക്ലാസ് എടുക്കണം. ദുഷ്ടൻ. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സാറായി പോയില്ലേ. പിന്നെ ഒരു സാറ് വന്നേക്കണം. ചവിട്ടി കൂടി വരെ തോട്ടേക്ക് എറിയണേന്. അതെ, ആ 3 വേഗം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോക്കോട്ടാ. ഇയാൾക്ക് എന്തൊരു വട്ടായ പിച്ചുമ്പയൊക്കെ പറയണ്ടല്ല. എന്ത് വട്ടെന്ന് നീ പറയണത്? വാ ഇറങ്ങി പോവാ നമ്മുടെ അടുത്ത് നീ പറഞ്ഞത്. ആ ജിയൊക്കെ കാര്യം കത്തിയല്ല. എന്നാ പിന്നെ സൈറി ശ്രുതി ഇറങ്ങിക്കൂ, പിന്നാലെ വിട്ടോ. ഓ കളനായിട്ട് വെച്ചിട്ടുണ്ട് ഇയാൾക്ക് ഇട്ടിട്ട്. ഓ വാങ്ങി കിട്ടി അയാളെ തെറി പറയാണ്ട്. ഇനി ക്ലാസ്സിൽ നിന്ന് പോയില്ലാന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത് കിട്ടാൻ പോണത്. എടാ കള്ള ഹമുക്കേ, നീ എന്താണ് അവിടുന്ന് ദേഷ്യപ്പെട്ടു പോയത്? ഒരെണ്ണം തരാന്ന് തോന്നി എനിക്കപ്പ. ദേ പൊന്നാരമോൻ എന്റെ വായിന്ന് കേക്കാണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്നോട്ടാ. ഓ ദേഷ്യൊക്കെ വന്നു തുടങ്ങിയാല. എനിക്ക് ഓർമ്മൊക്കെ ഉണ്ട്. കോഴിത്തരല്ലേ ഈ ജിമ്മിൽ നിർത്താനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല. പക്ഷെ ഈ ജിമ്മിൽ നിർത്തിയിരിക്കും എന്നെങ്കിലും ഒക്കെ. പിന്നെ ചെറുപ്പം മുതലേ ഈ ജിമ്മിന് തന്നെയാണ് പറഞ്ഞു നടക്കണത്. ആ അപ്പൊ അത് എനിക്കറിയാല. അതാണ് എന്റെ മോൻ. അത് നിർത്താനൊന്നും പറ്റൂല. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി. അതാണ് പ്രശ്നമായത്. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താം. ബിക്കോസ് ദേ സാറ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അല്ല, എവിടെ സസ്പെൻഷൻ കിട്ടിയ മഹാമാരൊന്നും ഇവിടെ കാണില്ലല്ലോ. കുറച്ച് നാളായില്ലേ സാറേ കോളേജൊക്കെ കണ്ടിട്ട്. അപ്പോ കാര്യങ്ങളുടെ ഗതി അറിയാനായിട്ട് പോയിട്ടുണ്ടാവും. അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ വീട്ടിൽ ഇരുന്നാൽ തന്നെ ഇവിടത്തെ കാര്യങ്ങൾ അറിയും. തുടങ്ങി അവന്റെ തള്ളു. ഓ ഞാൻ ഇറങ്ങി പോണു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ജീവനെ മിണ്ടാണ്ടിരിക്കെ. നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് അങ്ങോട്ട് പോവണ്ട, മനസ്സിലായില്ല? മതി വരുൺ കേറുണ്ടെങ്കിൽ കേറിയിരിക്കെ. നിന്റെ പ്രസംഗം കാണാനായിട്ട് എനിക്കിവിടെ സമയമില്ല. അശ്യോ തളരരുത് രാമൻകുട്ടി, തളരരുത്. ഡാ നിനക്ക് എന്താണ്ടാ? നീ രാവിലെ മുതൽ തുടങ്ങിയാണ്. ജിമിനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ട്ടാ. ഷടപ്പ് വരുൺ. എന്റെ ക്ലാസ്സിൽ നിന്നിട്ടാണ് അതൊരു സാറിന്റെ മുന്നിൽ വെച്ചിട്ടാ നീ ഇങ്ങനെ വെല്ലുവിളിക്കാനൊക്കെ നിൽക്കുന്നത്. എന്റെ മുന്നിൽ അത് പറ്റൂല, എന്റെ ക്ലാസ്സിൽ അത് പറ്റൂല. ഗെറ്റ് ഔട്ട്. പിന്നെ ജിമിന്റെ അടുത്ത് മര്യാദക്കിരിക്കാൻ പറ്റിച്ചിരുന്നാ മതി, ഇല്ലെങ്കിൽ അവന്റെ കൂടെ നീയും പോക്കോ. അയ്യോ വേണ്ട സാർ, ഞാനിവിടെ അടങ്ങിയിരുന്നോണ്ടിങ്ങി. ജിമിന് ഒരു കുട്ട് കൊടുക്കണേക്കാട്ടും മുന്നേ ഇയാൾക്കാണ് കൊടുക്കണ്ട. വാന്നാ നമുക്കിനി ക്യാൻറ്റീനിൽ പോവാം. പോയവന്മാര്. ഓക്കെ ഗൈസ്, നമുക്കെന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും ആ സാറ് കാണിച്ചൊരു മോശമായി പോയി. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ന്യൂ സ്റ്റുഡൻസ് അല്ലേ, ഞങ്ങളെങ്കിലും പരിഗണിച്ചൂടെ? നീ വേണമെങ്കിൽ പോണെങ്കിൽ പൊക്കോട്ടെ. നമ്മളെ ഫസ്റ്റ് തന്നെ പുറത്താക്കി. എന്ത് സ്വാദാണ്. അയ്യടി മോളെ, എന്താ പൂതി. ഞാൻ പോണ്ടേ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും. അല്ല പിന്നെ സാറ് ആ ചെയ്തിട്ട് എനിക്ക് സാറിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഓ ഇനി നിങ്ങളല്ല ഉണ്ടാക്കല്ലേ. അതൊക്കെ പോയി. ഇനി നമ്മ എന്തായാലും ക്ലാസ്സിൽ പുറത്താവുകയും ചെയ്ത്. ഇവിടെ വെറുതെ ഇങ്ങോട്ട് ഒന്നും നടക്കാൻ പോണില്ല. അപ്പൊ എങ്ങോട്ടേക്കാണ് ഇനി പോണത്? എങ്ങോട്ടേക്ക് പോവാൻ? വാ ക്യാൻറ്റീനിലേക്ക് പോവാൻ. നമുക്ക് വേറൊരു വഴിയില്ല. ആ എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് കൂട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് പ്രിൻസിപ്പളെ കാണണം. പിന്നെ ചിമ്മിനോടും ചോടിനോടും ഞാൻ അങ്ങോട്ട് വരാൻ പറയാം. അല്ല ഇപ്പൊ എന്തിനാ അവരെ വിളിക്കണേ? അതൊക്കെ പോട്ടെ, അവർക്ക് ഇപ്പൊ ക്ലാസ് ഉണ്ടാവില്ലേ? നമ്മൾ എന്തായാലും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇനി എന്തായാലും അവന്മാരെ കയറി സൂഹിക്കണ്ട. അത് മാത്രല്ല കുറച്ച് അവന്മാരെന്നെ കട്ട് ചെയ്ത് പോന്നോളൂ. എന്നാ നീ വിട്ടോ, താമസിക്കണ്ട. ഞങ്ങളവിടെ ക്യാൻറ്റീനിലുണ്ടാവും. ആ ശരി, എന്നാ ഞാൻ എന്നാ പോട്ടേട്ടാ. ഇവിടെ എല്ലാ സാറുമാർക്കും നിന്റെ ഡാഡിനെ പേടിയാണ്. പിന്നെ ഇങ്ങനെ മാത്രം എന്താണ് ഇങ്ങനായി പോയത്? അത് ഞാനും ശ്രദ്ധിക്കണ്ട്. ഈ ഇടായിട്ട് ആൾക്ക് കുറച്ച് കൂടുണ്ട്. ശരിയാക്കി കൊടുക്കാം. അതിനെ നമ്മൾ ആദ്യം പോയി ചൊറിയണ്ട. ആളിങ്ങോട്ട് വന്ന് ചൊറിയുമ്പോ നമുക്ക് മാന്താം. അവനും കൂടി വരട്ടെ. എടാ ഇത് രാവിലെ കണ്ട അവൾമാരല്ലേ ജിമ്മിന് ഇടപെട്ടത്? ആടാ ഇത് അവൾമാരല്ല. ഒന്ന് വാ, നമുക്കൊന്ന് അവൾമാരുടെ അടുത്ത് പോയി ഒന്ന് മിണ്ടിയിട്ട് വരാം. എടാ ജിമ്മിൻ പറയണ ഓർക്കണില്ലേ? വെറുതെ എന്തിനാ വേറൊരു പണിക്ക് നിക്കണേ? അവൻ വരുമ്പോ നീ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവൂലട്ടാ. ആടാ അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. അവൻ വരുമ്പോ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മിണ്ടാനാണ്, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമില്ല. എന്നാലും ആ മാഷ് ചെയ്ത് ശരിയായില്ല. ഒന്നില്ലെങ്കിലും നമ്മ ഫസ്റ്റ് ഡേ വന്ന പിള്ളേരല്ലേ, നമ്മളിങ്ങനെ കറക്കിടാൻ പാടില്ല. വൃത്തിയിട്ടവൻ നോക്കിക്കോ. ഇനി ഞാനാ നേരെ ക്ലാസ്സിൽ കേറൂല. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ ശ്രുതി? വേറെ പണിയൊന്നുമില്ല തോന്നുന്നുണ്ട്. ഓ അപ്പൊ നിങ്ങളെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയല്ലേ? ഞങ്ങളെ അതെ. ഞാൻ അതിനത് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്താണ്? പിന്നെ നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി അകത്താക്കി എന്തേലും ആയിക്കോട്ടെ, അതിനിപ്പോ ഞാൻ എന്ത് വേണം? കുട്ടി ഭയങ്കര കൽപ്പിലല്ല.
എന്ത് പറ്റി? രാവിലത്തെ സംഭവം ആലോചിച്ചിട്ടാണോ? താൻ അതൊന്നും സീരിയസ് ആക്കണ്ട. അത് ജസ്റ്റ് ഒരു റാഗിങ്, അത്രേ ഉള്ളൂ. ഇതാണോ താൻ പറഞ്ഞ ജസ്റ്റ് ഒരു റാഗിങ് എന്ന് പറഞ്ഞത്? ഹോ, ഇതിനൊക്കെയല്ലേ അപ്പൊ റാഗിങ് എന്ന് പറയാ? റാഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യണതാണ്. താൻ ഇതാണോ എന്നോട് രാവിലെ പറഞ്ഞത്? അല്ലല്ലോ. പിന്നെന്താണ് ഇപ്പൊ മാറ്റി പറയാനും നിൽക്കണ്ട. ഞാൻ രാവിലത്തെ മറന്നു പോയിട്ടുമില്ല. അതിന് മാത്രം ഞാൻ ഒരു പൊട്ടത്തിയല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഡീ കോപ്പെ, കുറെ നേരമായില്ല നീ തുടങ്ങിയിട്ട്. മനുഷ്യന്മാര് മര്യാദക്ക് സംസാരിച്ച് കോംപ്രമൈസ് ആക്കാന്ന് വിചാരിക്കുമ്പോ നീ എന്തെങ്കിലും മുക്കിട്ട് ചാടി കയറാൻ നിക്കണ്. ഒന്ന് ചെറുതായിട്ട് തല കുഞ്ഞപ്പത്തേക്കും നിനക്ക് ഇത്ര അഹങ്കാരി. നിന്റെ അണ്ണാക്കിലെന്ന വല്ല മൈക്ക് ഫിറ്റ് ചെയ്ത് വെച്ചേക്കടാ. എന്തൊരു ഒച്ചയാണിത്? നീ ഇതിലിടപെടാൻ നിക്കണ്ട ജിയ, മാറിക്ക്. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാണ് കേറി ഇടപെടാ? പറയൂ. ഇവളിത് ഡി ജിയ വേണ്ട. നീ നിനക്കൊക്കെ അറിയാലെന്നെ. വെറുതെ എന്നെ ഒന്ന് ചോദിച്ചു വാങ്ങണ്ട. വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സസ്പെൻഷൻ കിട്ടുപോയാ മറ്റോ വരുമ്പോഴത്തേക്കും ഇവിടെ ആരാണ് ബാക്കി വിള്ളത്തരം കാണിക്കണ്ടാവാ? അതുകൊണ്ടാണ് എന്റെ പൊന്നാരും മക്കളുടെ പൊക്കി വിടുന്നത്. അയിനങ്ങ് സംസാരിക്കാൻ വന്നില്ല, അപ്പൊ ഇവളെന്തിനാ ഇത്ര അഹങ്കാരം കാണിക്കാൻ നിക്കണത്? ഉണ്ടാ വരുണേ, വന്നേ നമുക്ക് പോവാം. ഇവന്മാര് ഈ തല്ലിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. തേങ്ങ സൈറയുടെ അടുത്ത് വന്ന് സംസാരിച്ചാണ്. അവള് നല്ല തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഹലോ ഗോയ്സ്, എന്താ ഇവിടെ? ആ സാറിന്റെ അടുത്ത് നീ കണ്ണുപൊട്ടിക്കാൻ ലേശം പടവിട്ട്, അതുകൊണ്ടാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ. പോരാത്തിന് ആ വരുണിന്റെ വക തള്ളും പിന്നെ കുറച്ച് ഷോയും. അതിനിട്ട് ജിമ്മി കൊടുത്തു. അതിലാണ് എനിക്കിപ്പോ ഒരു സന്തോഷമുള്ളത്. ആഹാ, അപ്പൊ അവിടേക്കും വന്നിരുന്നില്ലേ തല്ലു മേടിക്കാനായിട്ട്? ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു തല്ലു മേടിക്കാനായിട്ട്. സൈറയുടെ കിട്ടി, എന്റെ കിട്ടി. വയറെന്ന് പറഞ്ഞിപ്പോ പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? അല്ലേലും സൈറനെ കണ്ടാലും അറിയാം എന്നെ പോലെ ഒരു നല്ല കൊച്ചെന്ന്. അത് ആ ചേട്ടൻ വന്ന് സൈറനെ വന്ന് ചൊറിഞ്ഞു. ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞതാണ്. സൈറ അപ്പോ കുറച്ചേരം കൺട്രോൾ ചെയ്തെന്നെങ്കിലും പിന്നെ നന്നായിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ ഇവള് റിയാക്ട് ചെയ്യാനുണ്ടപ്പോഴത്തേക്കും ആ ചേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഭയങ്കരമായിട്ട് ഒച്ചുണ്ടാക്കി. അപ്പോഴാണ് ജിയ കയറി വന്നത്. അവന്റെ കാര്യം നോക്കട്ടെ, അവനക്ക് പ്രാന്ത്. അല്ല ബൈ ദ ബൈ, നിങ്ങൾ എങ്ങനെ കമ്പനി? എടാ മണ്ട ചിമ്മി, ഇവരെന്റെ ക്ലാസ്സിലാണ്. അപ്പൊ പിന്നെ കമ്പനി ആവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതെ വാ ഇരിക്കാം, നല്ല വിശപ്പുണ്ട് എനിക്ക്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ പോവാണ് അല്ലേ ശ്രുതി? അതെന്താ, ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ വല്ല പ്രശ്നം ഉണ്ടായിട്ടാണോ നിങ്ങൾ പോണത്? എന്നാ പിന്നെ നമുക്ക് മാറി കൊടുക്കാം. ജിമിനെ അങ്ങനെയൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പിന്നെ എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ല, അതുകൊണ്ട് പിന്നെ കുന്തം വലിയ റോളൊന്നും കാണിക്കല്ലേട്ടാ. വന്നിരിക്കി. എന്റെ ജിയെ കൊച്ചു നാഗവലിയല്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇരുന്നു. അതന്നെയായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിൽ നല്ലത്. പിന്നെ നിങ്ങള് അതൊന്നും വേണ്ട. നമ്മളെല്ലാരും ഇനി ഒരുമിച്ച് തന്നെ. എന്നാ വാസേര നമുക്കെന്നാ ഇരിക്കാം. ആദ്യമായി നാം തമ്മിൽ കണ്ടോരാ നാളെന്നിൽ പുലരുന്നു വീണ്ടും നിൻ ചിരിയോടെ. നിർമ്മലം നിൻ കണ്ണിൽ നിറഞ്ഞന്നു കണ്ടു ഞാൻ. ഇളം വെണ്ണിലാവെന്റെ തളിർമാല്യം. കൺമണി നിന്നയിൽ മഞ്ഞടിയും നാളിൽ പൊന്തയിലും തേരിൽ ഞാനും പവനരുളി നിന്നിൽ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീ